നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് എന്നെ പരിചയപ്പെടുത്താം. ഇതുവരെ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് ചന്ദ്രേഷ് എന്നാണ്. കോട്ടയത്താണ് വീട്. നമ്മളുടെ ഗാർഡനും കോട്ടയത്ത് തന്നെയാണ്. ഞാൻ പതിവില്ലാതെ എന്താ ഇങ്ങനെ പറയാൻ നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഓരോ അമ്മമാരൊക്കെ എന്നെ വിളിച്ച് സാറേന്ന് വിളിച്ച് ആണ് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പേരാർക്കും അറിയില്ലല്ലോ എന്നുള്ളതാണ് അന്നേരമാണ് ഞാൻ ഓർത്തത്. ഞാൻ എൻ്റെ പേര് നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി എല്ലാവരും വിളിക്കുമ്പോൾ ചന്ദ്രേഷ് എന്ന് വിളിച്ച് എന്നോട് സംസാരിക്കുക, ഒരിക്കലും സാറേ എന്ന് വിളിക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ ഓർക്കിഡൊക്കെ മഴക്കാലമായി. മഴക്കാലത്ത് എന്ത് വളം കൊടുക്കണം, ഓർക്കിഡിന് എന്ത് കെയറാണ് കൊടുക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം കാണും. എന്നിരുന്നാലും നമ്മുടെ ചാനലിൽ മഴക്കാലമായപ്പോൾ എങ്ങനെ ഓർക്കിഡിനെ സംരക്ഷിക്കാം, എന്തൊക്കെ വളം കൊടുക്കാം എന്നുള്ള വീഡിയോസാണ് നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ആരും വീഡിയോ മിസ്സാകാതെ എല്ലാവരും കാണാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മളിനി ഒരിക്കലും നമുക്ക് ഓർഗാനിക്കൽ ഫെർട്ടിലൈസർ നമ്മുടെ ഓർക്കിഡിന് കൊടുക്കാൻ പറ്റില്ല. ഇനി കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ നമ്മുടെ ഓർക്കിഡ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായി കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിൻ്റെ ആദ്യപടിയായി മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫംഗസ് ബാധ. ഫംഗസ് കയറി നമ്മളുടെ ചെടിയെല്ലാം നാശമായി പോകും. ഈ ടവറൊക്കെ നമുക്ക് ഒരിക്കലും ഇവിടുന്ന് എടുത്ത് മാറ്റി ഈ മഴ നനയാതെ കൊണ്ടുവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഓർക്കിഡ് പോകാതിരിക്കാൻ, അത് നല്ല രീതിയിലാവാനായിട്ട് നമുക്ക് അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പരിചരണം കൊടുക്കണം, അതൊക്കെയാണ് നമ്മളിനി പറയുന്നത്. ഈ ടവർ മാത്രമല്ല കേട്ടോ, ഞാൻ ഇവിടെയൊക്കെ ഓർക്കിഡ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇന്നാൾ നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. ഇതൊക്കെ നമുക്ക് ഒരിക്കലും എടുത്ത് അകത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ മഴ നനയാതെ വെക്കാനുള്ളൊരു ഓപ്ഷനും നമുക്കില്ല. അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ ഇങ്ങനെ ഈ മഴയത്താണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനെയൊന്നും ഞാൻ ഇവിടുന്ന് മാറ്റുന്നില്ല. അപ്പം ഒരിക്കലും ഇനി നമുക്ക് അറിയാലോ, ഓർഗാനിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റില്ല. ഇനി കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ, എന്തൊക്കെ, ഏതൊക്കെ എന്നുള്ളതാണ് നമ്മളിനി നമ്മളുടെ ചാനലിൽ മുന്നോട്ട് നമ്മുടെ ആർസി ഗാർഡനിൽ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പടിയായി നമുക്കിത് ഇന്ന് കൊടുക്കാൻ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഫംഗിസൈഡാണ്, സാഫ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പടിയായി നമ്മുടെ ഓർക്കിഡിന് കൊടുക്കുന്നത്. ഇത് ഏത് അളവിലാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയണ്ടേ? നമുക്കതിലേക്ക് പോകാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ നിറച്ചാണ് നമ്മുടെ ഈ ഒരു സ്പെയർ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി തന്നെ ഞാനൊരു സ്പൂൺ ഇട്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്പെയർ കണ്ടല്ലോ. ഇന്ന് നമ്മൾ ചെറിയ സ്പെയറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഈ സ്പെയറിൽ നിറച്ച് വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അറിയാമല്ലോ, ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ പറയുന്നത് എന്ത് ഫെർട്ടിലൈസർ കൊടുത്താലും ഫംഗിസൈഡ് കൊടുത്താലും നമ്മൾ നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് നനയ്ക്കണം എന്ന് ആദ്യം പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നനവ് നോക്കിയിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. നമ്മൾ ഫെർട്ടിലൈസർ ആണെങ്കിലും ഫംഗിസൈഡ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തങ്ങ് കൊടുത്താൽ മതി. ഓർക്കിഡിൻ്റെ നനവ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികൾ നല്ലപോലെ വളരുകയും ചെയ്യും, നല്ല ഫ്ലവർ തരും, നല്ല പൂക്കൾ തരും. പക്ഷെ അതുപോലെ നമ്മൾ കെയറും കൊടുക്കണം. വേനൽക്കാലത്ത് നമ്മൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവ് വന്നാലും അത്രയുള്ള പ്രോബ്ലം വരത്തില്ല. പക്ഷെ മഴക്കാലത്ത് നമ്മുടെ ഓർക്കിഡ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മുടെ കൊച്ചു കുട്ടികളെ എങ്ങനെ നമ്മൾ പരിചരിക്കുന്നു അതേ ശ്രദ്ധയോടെ തന്നെ വേണം നമ്മൾ ഓർക്കിഡിനെ നമ്മൾ ശ്രദ്ധിച്ച് പരിചരിച്ച് വളം കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ മഴക്കാലത്ത് നമുക്ക് ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്യാനും പുതിയ പ്ലാന്റ് വാങ്ങിച്ചു വെക്കാനൊക്കെ നല്ലൊരു സമയമാണ് കേട്ടോ. അതാരും മറന്നു പോകണ്ട. അതുപോലെ തന്നെയാണ് രോഗങ്ങൾ വരാനുള്ള ചാൻസും. ഇനിയിപ്പം നമ്മുടെ ഈ ഫലനോസിനൊക്കെ നിറച്ച് പൂക്കൾ വരുന്നൊരു സമയമാണ്. ഹ്യൂമിഡിറ്റിയാണ് നമ്മുടെ ഓർക്കിഡ് എല്ലാത്തിനും പൂ വരാനായിട്ട് അത്യാവശ്യം വേണ്ടത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ഓർക്കിഡിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. ഒരു കാരണവശാലും നമ്മുടെ ഓർക്കിഡ് ചെടികൾ നാശമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നും തന്നെ അതിനെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്നും വളം കൊടുക്കേണ്ട, പക്ഷേ എന്നും നല്ല കെയർ കൊടുക്കണം. എന്നും രാവിലെ എല്ലാവരും വന്ന് നമ്മുടെ പ്ലാന്റുകളൊക്കെ നോക്കണം. എന്തെങ്കിലും വാട്ടമുണ്ടോ, ഇല പഴുക്കുന്നുണ്ടോ, ഫംഗസ് ബാധിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നോക്കണം കേട്ടോ. ആരും ഇതൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കണ്ടുമുട്ടാം.